ഹായ് ഫ്രണ്ട്സ്. അപ്പോൾ നമ്മൾ ഇനി മുതൽ നമ്മുടെ പൈത്തണിൻ്റെ ട്യൂട്ടോറിയൽ സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ ഇനി നമ്മൾ അങ്ങോട്ട് പൈത്തൺ തന്നെയായിരിക്കും. സോ ഞാൻ എൻ്റെ പൈത്തണിൻ്റെ ഐഡിയലി ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് പ്രിൻ്റ് ചെയ്ത് നോക്കാൻ പോകുന്നത് ഒരു ഹലോ വേൾഡ് എന്ന് പറഞ്ഞ ഒരു ഇത് നമുക്ക് ഔട്ട്പുട്ടായിട്ട് എങ്ങനെ കിട്ടുമെന്ന് നോക്കാം. അപ്പോൾ എനിക്കത് വേണ്ടത് ഹലോ വേൾഡ് എന്ന് പറഞ്ഞ ഒരു ഫോർമാറ്റിലാണ്. അതായത് ഹലോ കഴിഞ്ഞിട്ടൊരു സ്പേസ് വേണം. അപ്പോൾ അതിന് യൂസ് ചെയ്യുന്ന ഒരു ഫംഗ്ഷനാണ് പ്രിൻ്റ് എന്നൊരു ഫംഗ്ഷൻ. പ്രിൻറ്റിൻ്റെ ഉള്ളിൽ, അതായത് പ്രിൻറ്റിന് ശേഷം നമ്മളൊരു പാരന്തസിസ് ഇട്ടിട്ട് ആ പാരന്തസിസിൻ്റെ ഉള്ളിൽ നമ്മൾ എന്താണോ നമുക്ക് ഔട്ട്പുട്ടായിട്ട് വേണ്ടത് അത് നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ എനിക്കിതിപ്പോൾ ഒരു ഹലോ വേൾഡ് ആയതുകൊണ്ട് ഞാൻ അതിനെ സ്ട്രിങ് ആയിട്ട് കൊടുക്കുകയാണ്. ഓക്കെ ഹലോ വേൾഡ് വന്നിട്ടുണ്ട്, കറക്റ്റ് സ്പേസിങ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, വേറൊരു മെത്തേഡിൽ നമുക്ക് പ്രിൻ്റ് ചെയ്ത് നോക്കാം. അതായത് നമ്മളിപ്പോൾ ഒരു വേരിയബിളിലേക്ക് നമ്മൾ ഈ ഹലോ വേൾഡിന് അസൈൻ ചെയ്തിട്ട് നമുക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ജാവയിലൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പോൾ var a = അങ്ങനെ ആയിരിക്കും കൊടുക്കുക. ഓക്കെ, അതായത് ഞാൻ കാണിച്ചു തരാം, ഇങ്ങനെ ആയിരിക്കും കൊടുക്കുക. പക്ഷേ നമ്മുടെ പൈത്തണിൽ a = എന്താണോ വേണ്ടത് ആ ഒരു ടൈപ്പ് നമ്മളവിടെ കൊടുക്കുകയാണ് ചെയ്തത്. അതായത് ഡയറക്റ്റായിട്ട് നമുക്ക് ഈക്വൽ ടു ഇട്ട് അസൈൻ ചെയ്ത് കൊടുക്കാം. ഞാൻ ഇനി ആ എനെയാണ് പ്രിൻ്റ് ചെയ്യാൻ കൊടുക്കുന്നത്. നമുക്ക് എന്താ വരാൻ നോക്കാം. ഓക്കെ, കണ്ടോ ഹലോ വേൾഡ് കറക്റ്റ് സ്പേസിങ് ആയിട്ട് വന്നുണ്ടോ. നമുക്കിതല്ലാണ്ട് വേറെ മെത്തേഡിൽ ചെയ്യാം. അതായത് ഹലോ ഒരു സ്ട്രിങ്, അതേപോലെ തന്നെ വേൾഡ് ഒരു സ്ട്രിങ്. ഓക്കെ, ഹലോ കോമ ഡബിൾ കോട്ട്സിൽ അല്ലെങ്കിൽ സിംഗിൾ കോട്ട്സിൽ നമുക്കൊരു സ്ട്രിങ്ങിന് കൊടുക്കാം വേൾഡ്. ഓക്കെ, എൻ്റർ അടിച്ചു. കണ്ടോ, ഇപ്പോഴും നമുക്ക് ആ ഒരു കറക്റ്റ് സ്പേസിങ്ങിൽ തന്നെയാണ് കിട്ടിയേക്കുന്നത്. ഇതല്ലാണ്ട് നമുക്ക് എന്ത് ചെയ്യാം, വേറെ മെത്തേഡിൽ ചെയ്ത് നോക്കാം. ഹലോ എന്ന് പറഞ്ഞൊരു സ്ട്രിങ് കൊടുക്കുകയാണ്. എന്നിട്ട് ശേഷം നമുക്ക് പ്ലസ് എന്ന് പറഞ്ഞൊരു സൈൻ ഇട്ടതിന് ശേഷം അടുത്ത സ്ട്രിങ് കൊടുക്കുകയാണ് ഞാൻ. കണ്ടോ, ഇപ്പോൾ ശ്രദ്ധിച്ചോ നിങ്ങൾ, ഹലോ വേൾഡ് എന്ന് പറഞ്ഞാൽ ഒരുമിച്ചാണ് വന്നേക്കണം. ആ ഒരു സ്പേസിങ് വന്നിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് എന്താ പറയുക, കോൺകാറ്റിനേഷൻ ആണ്. അതായത് രണ്ട് സ്ട്രിങ്ങുകൾ ഒരുമിച്ച് ചേർക്കാണ് ചെയ്യേണ്ടത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ സ്പേസ് ഒന്നും വരില്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇപ്പോൾ പ്രിൻറ്റിൻ്റെ ഉള്ളിൽ ഹലോ, അത് കഴിഞ്ഞിട്ട് നമുക്കൊരു സ്പേസ് ഇട്ടിട്ട് പ്ലസ് ഇട്ടിട്ട് സ്പേസ് ഇട്ടിട്ട് വീണ്ടും എന്താണോ സ്ട്രിങ് ടൈപ്പ് ചെയ്ത് നോക്കാം. അയ്യോ കണ്ട, ഹലോ വേൾഡ് എന്ന് നേരത്തെ പോലെയാണോ വന്നേക്കണം. അപ്പോൾ ശരിയല്ല. അതായത് എന്താണ്, ഈ പ്ലസ് ഇട്ടെന്ന് വെച്ചാൽ രണ്ട് സ്ട്രിങ്ങും ഒരുമിച്ച് തന്നെയാണ് വരിക. അപ്പോൾ അതായത് സ്ട്രിങ് കൊടുത്തിട്ട് നമ്മൾ എത്ര സ്പേസ് ഇട്ടാലും കാര്യമൊന്നുമില്ല. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ആ ഒരു സ്ട്രിങ്ങിൻ്റെ ഉള്ളിൽ നമുക്ക് സ്പേസ് കൊടുത്ത് നോക്കാം. അതായത് ഹലോ സ്പേസ് പ്ലസ് സൈൻ ഇട്ടിട്ട് എന്ത് ചെയ്യാം, ഈ രണ്ടെണ്ണത്തിനും യോജിപ്പിക്കുകയാണ്. അതായത് ഈ സ്ട്രിങ്ങുകളെ ഹലോയും വേൾഡും കൂടി യോജിപ്പിച്ചു. കണ്ട, ഇപ്പോൾ ആ സ്പേസ് എവിടെ നിന്ന് വന്നത്, ഹലോ കഴിഞ്ഞിട്ടുള്ള ആ ഓ കഴിഞ്ഞിട്ടുള്ള ആ ഒരു സ്പേസാണ് വന്നേക്കുന്നത് ഇവിടെ. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ ആ ഒരു ഡാറ്റ ടൈപ്പ് കിട്ടണമെങ്കിൽ ടൈപ്പ് എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ വേണം. ഇപ്പോൾ ഞാൻ എൻ്റെ ടൈപ്പാണ് കാണാൻ പോകുന്നത്. മാത്രമല്ല, കാണണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, ഡിസ്പ്ലേ ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം, നമ്മൾ പ്രിൻ്റ് എന്ന് പറഞ്ഞ ആ ഒരു ഫംഗ്ഷൻ യൂസ് ചെയ്യണം. എന്നിട്ട് എന്ത് കൊടുക്കണം, ഓക്കെ ക്ലോസ് ചെയ്യാൻ മറക്കരുത്. എൻ്റർ ചെയ്ത് നോക്കാം. കണ്ടോ str, അതായത് ഹലോ വേൾഡ്, അതായത് എയിലിരിക്കണ ആ ഒരു സ്ട്രിങ് ആണെന്നാണ് കാണിക്കുന്നത്. സ്ട്രിങ്ങിനെ അബ്രിവേറ്റ് ചെയ്ത് പറയുന്നതാണ് str. ഇനി b = 10 കൊടുക്കാം. നമുക്ക് ബിയുടെ ടൈപ്പ് ആണെന്ന് വിചാരിക്കുക. അതായത് പ്രിൻ്റ്, അതിൻ്റെ ഉള്ളിൽ എന്ത് ചെയ്യണം, ടൈപ്പ് കൊടുക്കണം. ഓക്കെ, അയ്യോ ടൈപ്പ് എന്ത് കൊടുക്കാം, ബി കൊടുക്കാം. കണ്ടോ, ഇൻറ്റ് എന്ന് വെച്ചാൽ എന്താണ്, ഇൻറ്റീജറിനെ അബ്രിവേറ്റ് ചെയ്ത് പറയുന്നതാണ് ഇൻറ്റ്. അതായത് 10 എന്ന് പറയുന്നത് ഒരു ഇൻറ്റീജറാണ്. ഓക്കെ, ഇതേപോലെ നമുക്ക് ടൈപ്പ് ഉപയോഗിച്ച് അതിൻ്റെ ഡാറ്റ ടൈപ്പുകളൊക്കെ കാണാൻ പറ്റും. ഇനിയിപ്പോൾ ഇതൊരു രസമല്ലേ, അപ്പോൾ നമുക്ക് വേറൊരു മോഡുണ്ട്, അത് കാണിച്ചു തരാം. ഇപ്പോൾ കൺട്രോൾ ഞെക്കിയെന്ന് വെച്ചാൽ നമുക്കൊരു പുതിയൊരു ഇതേപോലെ എഴുതാനായിട്ട് കിട്ടും. ഇതിനെ പറയുന്നതാണ് സ്ക്രിപ്റ്റ് മോഡ് എന്ന്. അതായത് നമുക്ക് സ്ക്രിപ്റ്റ് പോലെ എഴുതി ഉണ്ടാക്കാൻ പറ്റും.
ഓക്കെ, അപ്പോൾ ഞാൻ എന്ത് ചെയ്യാം, ആദ്യമായിട്ട് എ ഈക്വൽ ടു എന്ത് കൊടുക്കാം, ഹലോ കൊടുക്കാം. ഓക്കെ, ബി എന്ത് കൊടുക്കാം, ബി നമുക്കൊരു 10 അസൈൻ ചെയ്യാം. സ്ട്രിങ് വേണ്ട, നമ്പറായിട്ട് നമുക്ക് 10 അസൈൻ ചെയ്യാം. അതേപോലെ തന്നെ സിയിൽ നമുക്ക് എന്ത് കൊടുക്കാം, ഒരു ഡെസിമൽ കൊടുക്കാം, 10.2. അതേപോലെ തന്നെ നമുക്ക് എവിടെ ഡിയിൽ എന്ത് കൊടുക്കാം, ഡിയിൽ നമുക്കൊരു കോംപ്ലക്സ് നമ്പർ വയ്ക്കാം. അതായത് ഇപ്പോൾ എന്താ 4 + 5j അങ്ങനെ എന്തെങ്കിലും കൊടുക്കാം. ഇപ്പം ഞാൻ എന്തായാലും 4 + 5j. ഓക്കെ, അതായത് ജെ എന്ന് പറയുന്നത് എന്താണ്, അതിൻ്റെ ആ ഒരു ഇമാജിനറി പാർട്ടാണ്. കോംപ്ലക്സ് നമ്പേഴ്സ് അറിയണവർക്കറിയാം, ജെ എന്ന് പറയുന്നത് ഒരു ഇമാജിനറി പാർട്ടാണ്. ഓക്കെ, ഇത് ഞാനിപ്പോൾ കമൻറ്റ് ചെയ്യാണ്. കോംപ്ലക്സ് കമൻറ്റ് ചെയ്യാന്ന് പറഞ്ഞു വെച്ചാൽ ഹാഷ് ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത്. അതായത് നമ്മളിത് റൺ ചെയ്യുമ്പോൾ ആ കമൻറ്റ് ചെയ്ത പാർട്ടൊന്നും എന്താ പറയുക, ഡിസ്പ്ലേ ചെയ്ത് വരില്ല. ഓക്കെ, ഇത് ഇൻറ്റ് കൊടുക്കാം, ഇൻറ്റാന്നറിയാം, ഇത് സ്ട്രിങ് str. ഓക്കെ, ഇനിയിപ്പോൾ ഞാൻ എല്ലാത്തിനെയും ഒന്ന് വെറുതെ ഒന്ന് പ്രിൻ്റ് ചെയ്ത് നോക്കാൻ പോവാണ്. അപ്പോൾ എന്ത് യൂസ് ചെയ്യണം, ഏത് ഫംഗ്ഷനാണ്, പ്രിൻ്റ് എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ യൂസ് ചെയ്യണം. അതിൻ്റെ ഉള്ളിൽ നമുക്ക് എന്ത് കൊടുക്കണം, എ കോമ ബി കോമ എവിടെ കോമ സി കോമ ഡി. ഓക്കെ, എന്താ വരുന്നത് നമുക്ക് നോക്കാം. അതിന് മുമ്പ് നമ്മളിത് സേവ് ചെയ്യണം. അതിന് നമ്മൾ ഫയലിൽ പോയിട്ട് സേവ് കാണാം, അതായത് Ctrl+, അത് അമർത്തിയെന്ന് വെച്ചാൽ സേവ് ചെയ്യാൻ പറ്റും. അപ്പോൾ സേവ് ഞെക്കുമ്പോൾ എവിടെയാണ് സേവ് ചെയ്യേണ്ടത്, ആ പാത്ത് ചോദിക്കുന്നുണ്ട്. ഞാനിപ്പോൾ തൽക്കാലത്തേക്ക് ഞാനിപ്പോൾ എൻ്റെ ഡെസ്ക് ടോപ്പിൽ ഒരു പുതിയൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യാണ്. എന്ത് കൊടുക്കാം, പൈത്തൺ. ഓക്കെ, അതിൻ്റെ ഉള്ളിൽ എന്ത് കൊടുക്കണം, ഇപ്പോൾ sample.py എന്നോ അങ്ങനെ എന്തെങ്കിലും കൊടുക്കാം. ഇപ്പോൾ sample.py, പൈ എന്ന് പറയുന്നത് അതിൻ്റെ ആ ഒരു എക്സ്റ്റൻഷനാണ്, പൈത്തൻ്റെ എക്സ്റ്റൻഷനാണ് .py എന്ന് പറയുന്നത്. അതിപ്പോൾ നിങ്ങൾ വേറെ വല്ല IDEയിൽ ചെയ്യാന്ന് വെച്ചാൽ .py എന്തായാലും കൊടുക്കേണ്ടി വരും, ഇതിൽ വേണ്ട. ഓക്കെ, സേവ് ആയിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ഈ കോഡൊന്ന് റൺ ചെയ്ത് നോക്കാം. അപ്പോൾ ഫോർമാറ്റിന് ശേഷം നമുക്ക് റൺ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാൻ പറ്റും. ഓക്കെ, അതാണ് നമ്മൾ ഞെക്കാൻ പോകുന്നത്. കണ്ടോ ഇവിടെ, അല്ലെങ്കിൽ F5 അമർത്തിയാലും മതി. സോ എല്ലാം നമുക്ക് പ്രിൻ്റായി കിട്ടിയിട്ടുണ്ട്. നോക്കാം, എ പ്രിൻ്റായിട്ടുണ്ട്, ഹെയിലിരിക്കുന്നത് എന്താണ്, ഹെലോയാണ്. ബിയിൽ എന്താണ് 10 ആണ് ഇരിക്കുന്നത്. അതേപോലെ തന്നെ സിയിൽ എന്താണ് 10.2 ആണ്. അതേപോലെ നമ്മുടെ ഡിയിൽ എന്താണുള്ളത്, കോംപ്ലക്സ് നമ്പർ, അതായത് എന്താ 4 + 5j. കണ്ടോ, എല്ലാം നമുക്ക് പ്രിൻ്റ് ആക്കിയിട്ടുണ്ട്, എ ബി സി ഡി. ഓക്കെ, ഇനിയിപ്പോൾ എന്ത് ചെയ്യാം, നമുക്ക് ഇതിൻ്റെ ടൈപ്പ് നോക്കാം. അപ്പോൾ എന്തായാലും നമ്മൾ എയുടെയും ബിയുടെയും കണ്ടു, അതായത് ഇൻറ്റീജറും സ്ട്രിങ്ങും കണ്ടു. ഇനി നമുക്ക് എന്ത് ചെയ്യാം, സിയുടെ നോക്കി നോക്കാം, സിയും ഡിയും നോക്കാം. സി. ഓക്കെ, ഈ പ്രിൻ്റ് ഓഫ് ടൈപ്പ് കാണണമെങ്കിൽ ഇപ്പോഴും പറയണം, ടൈപ്പ് എന്ന് പറഞ്ഞാൽ ആ ഒരു ഫങ്ഷൻ യൂസ് ചെയ്യണം. ഡി കൊടുത്തിട്ടുണ്ട്, ഇതൊന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തേക്കാം. ഓക്കെ, നിങ്ങൾ ആ ഒരു സ്റ്റാർ ശ്രദ്ധിച്ചോ, എസിൻ്റെ മേലെ ഒരു സ്റ്റാർ കണ്ടോ, അതായത് ഈ ഒരു ഫയൽ സേവ് ചെയ്തിട്ടില്ലേ, അതായത് സേവ് ചെയ്തതിന് ശേഷം വല്ല ചേഞ്ചസ് വരുത്തുകയെന്ന് വെച്ചാൽ നമുക്ക് ഈ സ്റ്റാർ കാണും. അപ്പോൾ നമ്മളൊന്നുകൂടി സേവ് ചെയ്യുക, അപ്പോൾ ആ ഒരു സ്റ്റാർ പോയി, അതായത് നമ്മളിപ്പോൾ സേവ് ചെയ്തിട്ടാണ് നിൽക്കണത്. ഇനി നമുക്ക് ആ ഒരു സ്ക്രിപ്റ്റ് റൺ ചെയ്യുമ്പോൾ കാണാം, കണ്ടോ ഔട്ട്പുട്ട് അവിടെ വന്നിട്ടുണ്ട്. അതായത് സിയുടെ ഡാറ്റ ടൈപ്പ് എന്താ, ഫ്ലോട്ടാണ്. അതേപോലെ തന്നെ ഡിയുടെ എന്താണ്, കോംപ്ലക്സ് ആണ്. ഞാൻ അതെല്ലാം ക്ലിയർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനിയിപ്പോൾ എ എന്ത് കൊടുക്കാം, നമുക്കിപ്പോൾ ഒരു ട്രൂ എന്ന് പറഞ്ഞു കൊടുക്കാം. അതേപോലെ ബി എന്ത് കൊടുക്കാം, ഫോൾസ്.
ശ്രദ്ധിക്കണം, ടിയും എഫും എന്താണ്, അപ്പർ കേസാണ്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം, എ പ്രിൻ്റ് ചെയ്യാൻ നോക്കാം. എ കൊടുക്കാം. അതേപോലെ തന്നെ എനിക്ക് എന്ത് വേണം, എയുടെ ടൈപ്പ് എന്താണെന്ന് എനിക്കൊന്ന് ചെക്ക് ചെയ്യണം. അതുപോലെ തന്നെ ഞാൻ എന്ത് ചെയ്യാണ്, ബിയും ഒന്ന് പ്രിൻ്റ് ചെയ്യാൻ കൊടുക്കുകയാണ്. അതുപോലെ തന്നെ എനിക്ക് എന്ത് വേണം, ബിയുടെയും ടൈപ്പ് വേണം. സേവ് ചെയ്തു, റൺ ചെയ്തു. ഓക്കെ, ഇപ്പോൾ കണ്ട പ്രിൻ്റ് എ കൊടുത്തപ്പോൾ എന്ത് വന്നു, ട്രൂ വന്നു. പിന്നെ ടൈപ്പ് എ എന്താണ്, ടൈപ്പ് എയും ബി എന്താണ്, ബൂൾ എന്ന് പറഞ്ഞിട്ടാണ് വന്നേക്കുന്നത്. അതായത് ഇതെന്താണ്, ഒരു ബൂളിയനാണ്. ബൂളിയനെ അബ്രിവേറ്റ് ചെയ്ത് പറയുന്നതാണ് ബൂൾ. ഓക്കെ, ഇതൊക്കെ എന്താണ്, ഇതൊക്കെ ഒരു ഡാറ്റ ടൈപ്പുകളാട്ടോ. ഓക്കെ, ഇനിയിപ്പോൾ ഞാൻ എന്ത് ചെയ്യാണ്, ആ ഫോൾസിനെ ഒന്ന് ഒരു സ്ട്രിങ്ങിലിട്ട് കൊടുക്കാം. സേവ് ചെയ്തു, റൺ ചെയ്യുമ്പോൾ കണ്ട വ്യത്യാസം കണ്ട. അതായത് സിംഗിൾ കോഡ്സിൽ അല്ലെങ്കിൽ ഡബിൾ കോഡ്സിൽ നിങ്ങൾ എന്താണ് ഇട്ടെ അതിൻ്റെ ടൈപ്പ് കണ്ടു എന്ന് വെച്ചാൽ അതെന്തായിരിക്കും, അതൊരു സ്ട്രിങ് ആയിട്ടായിരിക്കും പൈത്തൺ ട്രീറ്റ് ചെയ്യുക. അതായത് ഇപ്പോൾ നീ ഈവൻ നമ്മളിപ്പോൾ നമ്പേഴ്സ് കൊടുക്കുകയാണെങ്കിലും എന്തായിട്ടായിരിക്കും ട്രീറ്റ് ചെയ്യുക, അത് സ്ട്രിങ് ആയിട്ടായിരിക്കും ട്രീറ്റ് ചെയ്യുക. ഓക്കെ, അടുത്തത് നമ്മൾ എന്ത് ചെയ്യാൻ പോവാം, ഇപ്പോൾ എ ഈക്വൽ ടു 10, ബി ഈക്വൽ ടു 20 അസൈൻ ചെയ്തു. ഇനി എന്ത് ചെയ്യാൻ പോവാം ഞാൻ, ഇനി എനിക്കിപ്പോൾ അഡീഷൻ ചെയ്യാമെന്ന് വെച്ചാൽ എന്ത് ചെയ്യണം, അതായത് രണ്ടിൻ്റെ സം കാണണം. അപ്പോൾ പ്ലസ് സൈൻ യൂസ് ചെയ്തിട്ട് എ പ്ലസ് ബി കൊടുക്കാം. സേവ് ചെയ്തു, റൺ ചെയ്തു. ഓക്കെ, 30. ഏറ്റവും അവസാനം നിങ്ങൾക്ക് കാണാൻ പറ്റണല്ലേ, ഒന്ന് മാറ്റാൻ ക്ലോസ് ചെയ്തിട്ട് മൊഡ്യൂൾ ഒന്നുകൂടി റൺ ചെയ്യുമ്പോൾ കണ്ട 30 വന്നിട്ടുണ്ട്. അതായത് 10 + 20 എ പ്ലസ് ബി. പ്ലസ് എന്ന് വെച്ചാൽ എന്താണ്, അഡീഷനാണ്. ഇനിയിപ്പോൾ ഞാനൊരു വേരിയബിളിലേക്ക് ഇത് സേവ് ചെയ്യാണ്, എ പ്ലസ് ബി. ഇതേ സാധനം തന്നെ സി എന്ന് പറയുന്ന ഒരു വേരിയബിളിലേക്ക് ഞാൻ ഇത് അസൈൻ ചെയ്തു, സേവ് ചെയ്തു, റൺ ചെയ്യണം. കണ്ട അഗെയിൻ നമുക്ക് 13 കിട്ടിയേക്കുന്നത്. അപ്പോൾ ഞാൻ ഈ ഒരു പ്ലസ് സിമ്പിൾ മാറ്റി മൈനസ് സബ്ട്രാക്ഷൻ കൊടുത്തു. അപ്പോൾ എന്ത് കിട്ടി, -10. അതായത് 20 - 10 കിട്ടി. അതായത് മൈനസ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്, സബ്ട്രാക്ഷനാണ്. ഇനിയിപ്പോൾ ഇതിൻ്റെ ടൈപ്പ് കാണണമെങ്കിൽ എന്ത് ചെയ്യണം, ടൈപ്പ് എന്ന് പറഞ്ഞാൽ ഒരു ഫംഗ്ഷൻ യൂസ് ചെയ്യണം. സിൻടാക്സ് മറക്കരുത്, ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഇൻറ്റീജറാണെന്ന് നമുക്കറിയാം. ഇനിയിപ്പോൾ ഞാൻ ഈ നെഗറ്റീവ് സൈൻ മാറ്റിയിട്ട് എന്ത് ചെയ്യണം, എനിക്കിപ്പോൾ മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ സ്റ്റാർ യൂസ് ചെയ്യാം. ഓക്കെ, 10 × 20 200. അപ്പോൾ 200 എന്താണ്, അതൊരു ഇൻ്റാണ്, അതിൻ്റെ ടൈപ്പൊക്കെ വന്നിട്ടുണ്ട്. ഇനി അത് മാറ്റി എന്ത് ചെയ്യാം, നമുക്ക് ഡിവിഷൻ നോക്കാം. അതായത് സ്ലാഷാണ്, b/a. അതായത് 20 / 10 എന്താണെന്ന് നോക്കാം നമുക്ക്. 2.0, അതായത് 2.0 ഫ്ലോട്ടാണ് വന്നേക്കണത്. അപ്പോൾ ഈ ഫ്ലോട്ടിംഗ് നമ്പറിനെ മാറ്റിയിട്ട് നമുക്കൊരു ഇൻറ്റീജർ ടൈപ്പ് കിട്ടണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, ഒരു ഡബിൾ സ്ലാഷ് യൂസ് ചെയ്യണം. ഓക്കെ, ആ 2.0നെ കളയാൻ നമുക്ക് എന്ത് ചെയ്യണം, ഡബിൾ സ്ലാഷ്. അതായത് ഇൻറ്റീജർ ഡിവിഷനാണ് നമ്മൾ കൊടുക്കുന്നത്. റൺ ചെയ്ത് നോക്കുമ്പോൾ കണ്ട 2 എന്താണ്, അതൊരു ഇൻറ്റീജറായിട്ട് മാറിയിരിക്കണം. അതായത് ആ 2.0 എന്നുള്ളത് 2 ആയി. ഓക്കെ, അപ്പോൾ അത് രണ്ടും തമ്മിലുള്ള ഒരു വ്യത്യാസം എന്തായാലും ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. ഇനി അടുത്തത് നമുക്ക് എന്ത് ചെയ്യാം, പ്രിൻ്റ് ഓഫ് 10 2 വട്ടം സ്റ്റാർ കൊടുക്കണം. അതായത് എക്സ്പോണൻസിയേഷൻ, അതായത് പവറാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഇത് കൊടുത്തേക്കുന്നത് 10ൻ്റെ സ്ക്വയർ, അതായത് പവർ 2 ആണ് കൊടുത്തേക്കുന്നത്. നമുക്ക് 100 ഔട്ട്പുട്ട് കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ
ഞാനത് 2 എന്നുള്ളത് എന്ത് ചെയ്യാണ്, ഓക്കെ അത് ക്ലോസ് ചെയ്യാം. അപ്പോൾ 3 കൊടുത്തു, അതായത് 10ൻ്റെ ക്യൂബ്. ഇത് റൺ ചെയ്യുമ്പോൾ എന്താണ് വരുന്നത് കണ്ട, 1000. 10ൻ്റെ ക്യൂബ് 1000. അപ്പോൾ അതാണ് മറ്റേ എക്സ്പോണൻസിയേഷൻ എന്ന് പറയുന്നത്. ഇനി അടുത്തതെന്ന് പറയുന്നത് എന്താണ്, എനിക്കിപ്പോൾ 2 സംഖ്യ ഡിവൈഡ് ചെയ്തു, അപ്പോൾ അതിൻ്റെ റിമൈൻഡർ കിട്ടാൻ വേണ്ടി നമ്മൾ പെർസെൻറ്റേജ് സൈൻ യൂസ് ചെയ്യും. ഓക്കെ, ഇതെന്തുകൊണ്ടാണ് വന്നതെന്ന് ഇത് നിങ്ങൾക്കുള്ളൊരു ടാസ്ക്കാണ്. അപ്പോൾ നിങ്ങളെന്തായാലും ഇത് നിങ്ങളുടെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ എന്തായാലും എഴുതണം. നിങ്ങൾക്കുള്ളൊരു അസൈൻമെൻ്റാണിത്. കേട്ടോ, അതായത് എ റിമൈൻഡർ ബി 1 ഡിവൈഡഡ് ബൈ 200ൻ്റെ എന്ത് വേണം, റിമൈൻഡർ. അടുത്ത് എന്ത് ചെയ്യാം, നമുക്ക് ഇതിൻ്റെ ടൈപ്പ് കണ്ടുപിടിക്കാം. ടൈപ്പ് എന്തായാലും നമുക്കറിയാം, ഇതൊരു ഇൻറ്റീജർ ആവുള്ളൂ. ഓക്കെ, ഒന്നില്ലെങ്കിൽ നമുക്കിത് നേരിട്ട് ഓപ്പറേഷൻ ചെയ്തിട്ട് നമുക്ക് ടൈപ്പിൽ കൊടുക്കാം, അല്ലെങ്കിൽ ഞാനിതിപ്പോൾ ചെയ്ത പോലെ സി എന്ന് പറഞ്ഞൊരു വേരിയബിളിലേക്ക് അസൈൻ ചെയ്തിട്ടാണെങ്കിലും കൊടുക്കാം. രണ്ടും എറർ വരാനൊന്നും ചാൻസ് ഇല്ല. കണ്ടോ, ഞാൻ പറഞ്ഞില്ലേ ഇൻറ്റീജറാണ് വന്നേക്കുന്നത്. ഇപ്രാവശ്യം ഞാൻ എന്ത് ചെയ്യാൻ ഇതാക്കണം, ബി റിമൈൻഡർ എ ആണ് കൊടുത്തത്. അത് എന്തായാലും നോട്ട് ചെയ്യണം കേട്ടോ. ഓക്കെ, ഇനിയിപ്പോൾ ഈ ഓരോ വേരിയബിൾസിനും എന്തുണ്ട്, ഓരോ ഐ ഡികളുണ്ട്. അതായത് ഇവരുടെ ഒരു അഡ്രസ്സ് എന്നാണ് പറയുക. അപ്പോൾ അതിനെ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മളിപ്പോൾ ഐ ഡി എന്ന് പറഞ്ഞ ഒരു ഫങ്ഷൻ യൂസ് ചെയ്യും. അതായത് ഓരോ വേരിയബിൾസിനും ഇവരുടെ ഒരു യുണീക്ക് അഡ്രസ്സ് ഉണ്ടാവും. ഇപ്പോൾ കണ്ടോ, ഇപ്പോൾ ഐ ഡി ഏതിൻ്റെ കൊടുത്തു, എയുടെ കൊടുത്തപ്പോൾ ഉണ്ടാവും ഇപ്പോൾ 140 എന്ന് പറഞ്ഞാൽ ആ ഒരു വലിയൊരു നമ്പർ കിട്ടി. ഇനിയിപ്പോൾ അതുപോലെ തന്നെ ഐ ഡി ഓഫ് ബി കൊടുക്കാമെന്ന് വിചാരിക്കും. സേവ് ചെയ്ത് റൺ ചെയ്യുമ്പോൾ എന്ത് വന്നു, ബിയുടെ ഐ ഡി എന്ത് വന്നു, പ്രിൻ്റ് ചെയ്ത് വന്നു. ഇപ്പോൾ എയുടെ മേലെ നോക്കാൻ വെച്ചാൽ കണ്ട സെയിം ആണ്, 14072. ഓക്കെ, അപ്പോൾ ഇതാണ്, അത് എപ്പോഴും യുണീക്കായിരിക്കും. എപ്പോഴും നമ്മൾ നോട്ട് ചെയ്യേണ്ട കാര്യം യുണീക്കായിരിക്കും. ഓക്കെ, നമുക്ക് ബാക്കി അടുത്ത വീഡിയോയിൽ കണ്ടിന്യൂ ചെയ്യാം. സോ താങ്ക് യു. അപ്പോൾ ടാസ്ക് മറക്കണ്ട, കമൻറ്റ് ബോക്സിൽ എഴുതുക. ഓക്കെ, ബൈ.